സോറി, പനിയായിട്ട് റെസ്റ്റിലായിരുന്നേ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തല പൊക്കുമ്പോൾ എനിക്ക് പനിയാണെന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റുമോ? ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത ഡിസ്ട്രിക്റ്റുകാരാണ്. ഞാൻ കോട്ടയം, അദ്ദേഹം പത്തനംതിട്ടയും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കോൺഗ്രസ്സുകാരാണ്. ഞാൻ വി.ഡി. സതീശിൻ്റെ പക്ഷവും അദ്ദേഹം കെ.സി. വേണുഗോപാലിൻ്റെ പക്ഷവും. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പദവികളിൽ നിന്നൊക്കെ ഇവനെ ഒഴിവാക്കി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇലക്ഷൻ പ്രചരണത്തിന് ഇവനെ പങ്കെടുപ്പിക്കുന്നുണ്ട്. എല്ലാ വേദികളിലും എല്ലാ നേതാക്കന്മാരുമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ജനങ്ങൾക്ക്. ഇതുപോലുള്ള സ്ത്രീ പീഡകനെ കൊണ്ട് വേദിയിലിരുത്തിയിട്ട് വോട്ട് പിടിക്കുക. ഇവൻ്റെ വിചാരം ഇവൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ വോട്ടുകളും കോൺഗ്രസിലേക്ക് ഇനി പോരും എന്നുള്ള ഒരു ധാരണയാട്ടോ. ഇവൻ്റെ സ്വരം കേട്ടാൽ ഇവന് തിരിച്ചറിയത്തില്ല കേട്ടോ. മുഴുവൻ ചാനലുകളിലും ഇവൻ്റെ സ്വരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവന് കേട്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവൻ അതിനെതിരെ എൻ്റെ സ്വരം അല്ലെന്ന് ഇവൻ പറയുന്നില്ല. ഇവൻ അതിനെ എതിർക്കുന്നു. അല്ലെങ്കിൽ ഇവൻ്റെ സ്വരം AI വഴി ക്രിയേറ്റ് ചെയ്തിട്ട് ചാനലുകൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവനൊരു മാനനഷ്ടത്തിന് കേസും കൊടുക്കുന്നില്ല. എന്തു ആയിക്കോട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള മലവാണങ്ങളെ കോൺഗ്രസ് എത്ര കാലം ചുമക്കുന്നോ അത്ര കാലവും കോൺഗ്രസിൻ്റെ അധപ്പതനം തന്നെയായിരിക്കും. ഇതുപോലൊരു രാഹുലാണ് കേന്ദ്രത്തിലും. അദ്ദേഹം ബീഹാറിൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ടിന് മുമ്പേ മുങ്ങിയതാണ്. ഏത് രാജ്യത്താണെന്നോ എവിടെയാണെന്നോ പോലും അറിയില്ല. പ്രതിപക്ഷ നേതാവാണ്. കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസിൻ്റെ നിയമനത്തിന് പോലും അദ്ദേഹം പങ്കെടുത്തില്ല. ഏത് രാജ്യത്താണെന്ന് പോലും അറിയില്ല. ഇതുപോലുള്ള മലവാണങ്ങളെ കോൺഗ്രസ് എത്ര നാൾ ചുമക്കുന്നോ അത്ര നാളും കോൺഗ്രസിൻ്റെ അധപ്പതനം തന്നെയായിരിക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്നത്, നമ്മുടെ അനുശ്രീയെ കൊണ്ടുവന്നിട്ട് ഞാൻ എല്ലാ നടിമാരോടും അല്ലെങ്കിൽ ഞാൻ എല്ലാ സ്ത്രീകളോടും ഒക്കെ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ. അങ്ങനെ ആവുമ്പോൾ ഇവന് എല്ലാ മണ്ഡലങ്ങളിലും ചെല്ലുമ്പോൾ ഒരു സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്താൻ കഴിയുമല്ലോ. അതിനുള്ള ഒരു ശ്രമമായിരുന്നു ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു പെയ്ഡ് പ്രോഗ്രാം ആയിരുന്നു ഇവൻ അറേഞ്ച് ചെയ്തത്.